രാവിലെ തന്നെ ഇത് എന്തൊരു ചൂടാ. എന്തോന്നാ എന്റെ സൂര്യ ഇത്. കഷ്ടപ്പെട്ട് മുഖത്ത് തേച്ചു പിടിപ്പിച്ചൊക്കെ ഒഴുകി പോവല്ലോ. ഒരു പൊടിക്ക് ഒതുങ്ങുന്നേ. കാർ എന്തിനാ നിർത്തിയേ? എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, നീ പുറയിലേക്ക് ഇരുന്നോ. നിനക്ക് അങ്ങനെ തന്നെ വേണോടി ഫ്രണ്ട് കാരത്തി. ഞാൻ ഇവിടെ ഇരുന്നോളാം ഏട്ടാ, ഫ്രണ്ട് പുറകെ കേറിക്കോട്ടെ. അതൊന്നും പറ്റില്ല, പുറകിൽ ഇരുന്നാലേ അവള് വോമിറ്റ് ചെയ്യും. അവളാ? നീ ഇറങ്ങി വാ ഇങ്ങോട്ട്. ധ്വനി, ഞാൻ എന്റെ സ്വന്തം കാറിൽ വന്ന നീ കണ്ടില്ലേ? ഓ പിന്നെ സ്വന്തം കാറ്. ആ പാട്ട ബൈക്ക് വരുന്നല്ലേ ഞാൻ കരുതിയത്. കാറിലാണെങ്കിൽ തേഞ്ഞു. നമ്മള് പോകുന്നതിനിടയിൽ ഒറിജിനൽ ഓണർ വന്നാ പിന്നെ നമ്മൾ ഇറങ്ങി കൊടുക്കണമല്ലോ. ഏയ്, ഈ കാറിന്റെ ഓണർ അങ്ങനെ നമ്മൾ ഇറക്കി വിടില്ല. ഓ, ഒറിജിനൽ ഓണർമാര് നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലേ. എടാ, നീ ഇവരെയും കൊണ്ട് ഓട്ടം പോകുന്നതിനിടയിൽ എന്റെ കാര്യം എങ്ങനെ നടക്കും? അയ്യോ ധോനി, ഇത് കാറിന്റെ ഓണർമാരല്ല, എന്റെ ഓണർമാരാ. ഈ ചുരിദാർ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. തൂക്കിയ ഈ ഷർട്ടും അച്ഛനെയും തൂക്കി. ഒരാളെ പോലെ 9 പേരുണ്ടാവുമല്ലോ, അതുപോലെ ഒരു ചുരിദാർ പോലെ 9 ചുരിദാർ ഉണ്ടാവും. ഷർട്ടാണെങ്കിൽ ഒരു 90 ഉണ്ടാവും. അതാ ശാസ്ത്രം. ധ്വനി ചേച്ചിയല്ലേ? അതെ. കുട്ടി ഇതെന്റെ പെങ്ങളാ. മാറിപ്പോയി, ഇത് എന്റെ അച്ഛൻ. ഇത് മീര. വാക്കത്തി ശ്രീധരൻ. കുട്ടിയുടെ വീട്ടില് പഴയ ആളുകളുണ്ടെങ്കിലേ എന്റെ പേര് കേട്ടാ കിടുകിട വിറയ്ക്കും. അർജുൻ പറഞ്ഞു നിങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ്. പക്ഷെ ചേച്ചിയെ കുറിച്ച് ഏട്ടൻ ഇതുവരെ ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഏട്ടൻ ചേച്ചിയായിട്ട് ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഈ ചുരിദാറ് ഒക്കെ നന്നായി ചേരുന്നുണ്ട്. ഇങ്ങനെ ഒരെണ്ണം എനിക്കും വേണം. ഇതെവിടുന്ന് വാങ്ങിയതാ? വാങ്ങിയത് എവിടുന്നാണെന്ന് ഏട്ടനെ അറിയൂ. ഇന്നലെ എനിക്ക് വാങ്ങിത്തന്ന ഗിഫ്റ്റാ. കാണിച്ചു തരാടാ. ഇതെങ്ങനെയുണ്ട്? ഇതും എന്റെ മകൻ വാങ്ങി തന്ന കുറച്ച് ലൂസായ ഫാഷൻ. അങ്ങളുടെ ഫാഷൻ അടിപൊളിയാ. അങ്ങനെ പറ. എങ്കി പിന്നെ നിങ്ങളുടെ കാര്യം നടക്കട്ടെ. ഞാനും അച്ഛനും കൂടി ഒരു ഓട്ടോ പിടിച്ചു പോക്കോളാം. ശരി, നിങ്ങൾ പൊക്കോ. എന്നെ ഇവിടെ പൊക്കി. വാ അച്ഛാ. കൊല്ലരുത്. വധൂവരന്മാർക്ക് ഞാൻ വാങ്ങിച്ച പ്രസന്റേഷൻ അവർക്ക് കൊടുക്കാതെ സ്വന്തം വീട്ടിൽ കൊടുത്ത് നീ ആള് കളിച്ചു അല്ലടാ. പറ്റിപ്പോയി, നീ ക്ഷമിക്കും. ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കൂല. ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ അത് ഞാൻ നിന്റെ കൈ തന്നു വിട്ടത്. നിന്റെ വീട്ടുകാരെ ഇംപ്രസ് ചെയ്തിട്ട് എനിക്കെന്ത് കാര്യാ? വെറുതെ സംസാരിച്ചെന്ന് കളയാൻ എന്റെ കയ്യിൽ സമയമില്ല. നിനക്ക് ഇൻഷുറൻസ് ഏജന്റ് ചേട്ടനെ കാണണോ വേണ്ടോ? എന്റെ ദേഷ്യം തീരുന്നവരെ നിന്നെ ചീത്ത വിളിച്ചിട്ട് എനിക്ക് ചേട്ടനെ കാണണം. സോറി, അത്രയും സമയം എനിക്ക് നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ ചീത്ത അല്ലെങ്കിൽ ചേട്ടൻ, രണ്ടിലൊന്നേ നടക്കൂ. ചീത്ത വിളിക്കണമെങ്കിൽ ഇവിടെ നിന്ന് വിളിക്കാം, അതല്ല ചേട്ടനെ കാണുമെങ്കിൽ കാറി കയറും. നമുക്ക് കാറിക്കാം. അപ്പോ ആ ചേട്ടന്റെ അടുത്ത് ചെല്ലുന്നവരെ എനിക്ക് തന്നെ ചീത്ത വിളിക്കാലോ. നടക്കടാ. നടക്കങ്ങോട്ട്. ഫോൺ ഫോൺ ഫോൺ. ഹലോ, ഭാരത് ടൂർസ് ആൻഡ് ട്രാവൽസ്. SP അങ്കിളിന്റെ വീട്ടിൽ നിന്നാ വിളിക്കുന്നത്. 8 മണിക്ക് കാർ വരാന്ന് പറഞ്ഞിട്ട് എന്തേ വരാത്തെ? 9 മണിക്ക് വരാനാ സ്വാമിയങ്ങൾ എന്നോട് പറഞ്ഞത്. ഇനിയും 1/2 മണിക്കൂർ സമയമുണ്ട്. ഈ സാധാ ഡ്രൈവർമാരെ പോലെ എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ലെന്ന് സ്വാമിയങ്ങൾ പറഞ്ഞില്ലേ? ഓ, ഇത് നിങ്ങളുടെ നമ്പർ ആയിരുന്നോ?
ഞാൻ കരുതിയത് ഇന്നെങ്കിലും നിങ്ങൾക്ക് പകരം കൊള്ളാവുന്നൊരു ഡ്രൈവറെ അങ്കിൾ അറേഞ്ച് ചെയ്ത് കാണൂന്ന. പക്ഷെ അഹങ്കാരിയായ തന്നെയും തന്റെ ഫാമിലിയും കൊണ്ടാണ് കോട്ടയത്തേക്ക് പോകണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അഹങ്കാരിയാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. 8 മണിക്ക് പുറപ്പെടാന്നാ സ്വാമി അങ്കിൾ ഞങ്ങളോട് പറഞ്ഞത്. 9 മണിയെന്നാണ് ഞാൻ കേട്ടത്. എങ്കിൽ തന്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. എന്റെ ചെവിക്ക് ഒരു തകരാറുമില്ല. സമയം മാറ്റി പറയുന്ന തന്റെ തലയ്ക്കാ തകരാറ്.